Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്ററിലെ ആദ്യത്തെ എക്സാം നടക്കാൻ പോകുന്നത് ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് പോളിസിയാണ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. എന്നാ പിടിച്ചോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്, ബേസ് ആണ്. ബിസിനസ് എൻവയോൺമെന്റ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം നിർബന്ധമായും പഠിക്കുക. ഫസ്റ്റ് വൺ. രണ്ടാമത് പൊല്യൂഷൻ ഉണ്ട്, 3 പൊല്യൂഷൻ. അതിലേതെങ്കിലും ഒരെണ്ണം എന്താണെന്നും അതിൻ്റെ കോസസ് എഴുതാൻ വേണ്ടിയിട്ട് എപ്പോഴും വരുന്നതാണ്. അതിലിപ്പോൾ വാട്ടർ പൊല്യൂഷൻ, ഇത് മാറി മാറി വരുന്നതാണ്. ദെൻ രണ്ടാമത് എയർ പൊല്യൂഷൻ, അതുപോലെ തന്നെ ലാൻഡ് പൊല്യൂഷൻ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം വാട്ടർ വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ കോസസ് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിക്കാറ്. നിർബന്ധമായി നോക്കുക. ദെൻ നെക്സ്റ്റ്, ക്വാളിറ്റി സർക്കിൾ എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ IT ആക്ട് 2000 ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. പിന്നെ റീജിയണൽ ഇംബാലൻസസിനെ പറ്റിയിട്ട് പലപ്പോഴും വരാറുണ്ട്. അതിൻ്റെ കോസസ്, അതെങ്ങനെ റിമൂവ് ചെയ്യാം, ആ ഒരു പ്രശ്നം. കോസസ് ഓഫ് റീജിയണൽ ഇംബാലൻസസ് ഇൻ ഇന്ത്യ, അത് മെഷേഴ്സ് ടു റിമൂവ്, അതും ചോദിക്കാറുള്ളതാണ്. മെഷേഴ്സ് ടു റിമൂവ് റീജിയണൽ ഇംബാലൻസസ്. ഞാൻ അത് മുഴുവൻ വേണമെങ്കിൽ എഴുതാം. റീജിയണൽ ഇംബാലൻസസ്. ഓക്കെ, അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ് ഇക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ. അതിനെ പറ്റിയിട്ട് ഇക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ പ്രതീക്ഷിക്കുന്നൊരു ചോദ്യം. ഇനി കോമ്പറ്റീഷൻ ലോനെ പറ്റിയിട്ട്, കോമ്പറ്റീഷൻ ലോ ഇൻ ഇന്ത്യ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നീതി ആയോഗ്. അത് 2 മാർക്സിന് വരാറുള്ള ഒരു ചോദ്യമാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് വരാറുണ്ട്. ദെൻ ഗ്ലോബൽ വാർമിംഗ് നോക്കിയിരിക്കണം, മറ്റൊരു ചോദ്യം. ഗ്ലോബൽ വാർമിംഗ്, അതിൻ്റെ കോസസ് നോക്കണം, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ പ്രൈവറ്റൈസേഷൻ, അതുപോലെ തന്നെ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുള്ളതാണ്. പ്രൈവറ്റൈസേഷൻ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക. പ്രൈവറ്റൈസേഷൻ, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്. ഓക്കെ, അതുപോലെ തന്നെ ബാക്കി 2 കൂടി നോക്കുക, അതുകൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. ലിബറലൈസേഷൻ, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ. LPGയിൽ ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും ഇടാറുള്ളതാണ്, അതുകൊണ്ട് അത് നോക്കാൻ വിട്ടുപോകരുത് കേട്ടോ. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇനി നെക്സ്റ്റ് ബേസ് ആണ് ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി കൺസെപ്റ്റ്. ഫിസ്ക്കൽ പോളിസി എന്താണ്,
മോണിറ്ററി പോളിസി എന്താണ് കൺസെപ്റ്റ് നോക്കുക. ഇനി GSTയുടെ ബേസ് 2 വെയിറ്റേജിനും ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ 3 വെയിറ്റേജിനും ചോദിക്കാറുള്ളതാണ്. GST എന്താണ്, അതിൻ്റെ ബെനഫിറ്റ്സ് എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, ഫെമ എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചോദിക്കാറുണ്ട്. ഇതൊക്കെയാണ് കൂടുതൽ. പിന്നെ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ SEZന്റെ ഫങ്ഷൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരെണ്ണം കൂടിയും പറയാനുള്ളത്, ഇപ്പോൾ 5 year പ്ലാൻസ് ഇൻ ഇന്ത്യ. 5 year പ്ലാൻസ് ഇൻ ഇന്ത്യ നോക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഒരെണ്ണം കൂടിയും പറയാം സജഷനായിട്ട്, യൂണിയൻ ബജറ്റിൻ്റെ സ്ട്രക്ചർ. യൂണിയൻ ബജറ്റ് എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ നോക്കി വയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം പറയാൻ വിട്ടുപോയി. ബ്ലാക്ക് മണി പലപ്പോഴും വരാറുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ബ്ലാക്ക് മണി ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. ബ്ലാക്ക് മണീനെ പറ്റിയിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യൻ ഇക്കോണമിയിൽ എങ്ങനെയാണെന്നുള്ളത്. ഇമ്പാക്റ്റ് ഓൺ ഇന്ത്യൻ ഇക്കോണമി നോക്കി വയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 3 വെയിറ്റേജിൻ്റെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. പരമാവധി ഇതൊക്കെ കവർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്തായാലും ലഭിക്കും. സോ ആദ്യം ബേസ്, ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. 3 പൊല്യൂഷനിൽ ഏതെങ്കിലും ഒരെണ്ണം. ക്വാളിറ്റി സർക്കിൾ എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ. IT ആക്ട് 2000. ദെൻ റീജിയണൽ ഇംബാലൻസസ് ഇൻ ഇന്ത്യ, അതിൻ്റെ കോസസ് അതെങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളത് നോക്കുക. ഇക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ. ദെൻ കോമ്പറ്റീഷൻ ലോനെ പറ്റിയിട്ടുള്ള ചോദ്യം. നീതി ആയോഗ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഗ്ലോബൽ വാർമിംഗ്, കോസസ്. പ്രൈവറ്റൈസേഷൻ എന്താണ്, ലിബറലൈസേഷൻ എന്താണ്, ഗ്ലോബലൈസേഷൻ, മെറിറ്റ്സ് ഡിമെറിറ്റ്സ്. ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി കൺസെപ്റ്റ്, GST ബെനഫിറ്റ്സ്, ഫെമ ഒബ്ജക്റ്റീവ്സ്, SEZ അതിൻ്റെ ഫങ്ഷൻസ്, 5 year പ്ലാൻസ് ഇൻ ഇന്ത്യ അതിനെ പറ്റിയിട്ടുള്ള ചോദ്യം. യൂണിയൻ ബജറ്റ്, അതിൻ്റെ സ്ട്രക്ചർ. ബ്ലാക്ക് മണി എങ്ങനെയാണ് അത് ഇമ്പാക്റ്റ് ചെയ്യുക നമ്മുടെ ഇന്ത്യൻ ഇക്കോണമീനെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന 3 വെയിറ്റേജിലെ ചോദ്യങ്ങൾ കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് വരുന്നത്, പിന്നെ വരുന്നത് ഇതാണ്. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതെയുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.